ഇന്ന് നമ്മളൊരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതുപോലെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും ഇത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നമുക്ക് ഈ ഫ്രൂട്ട് സലാഡിലേക്ക് വേണ്ടിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബനാന എടുത്തിട്ടുണ്ട്, 2 റെഡ് ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ ആപ്പിൾ, പിന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഞാനൊരു ഉറുമാമ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നമുക്ക് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇനി നമ്മുടെ കയ്യിൽ ഗ്രീൻ മുന്തിരിയോ റെഡ് മുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. അതൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഉറുമാമ്പഴമൊക്കെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. പിന്നെ നമുക്ക് പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പഴയതായി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇനി ഓറഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഫ്രൂട്ട്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട കസ്റ്റാർഡ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ആദ്യം ഇതുപോലുള്ളൊരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ 2 കപ്പ് പാലിൽ നിന്ന് ഞാൻ കുറച്ച് പാൽ ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ഇതുപോലെ ബൗളിലേക്ക് എടുത്തത്. ഒരു 1/4 കപ്പ് പാലാണ് നമ്മളിപ്പോൾ അതിൽ നിന്ന് എടുത്തത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. 2 കപ്പ് പാലെടുക്കുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാലിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാലിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കണക്കായിട്ടുള്ളൊരു മധുരമായിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടെ അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പാലിപ്പോൾ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ മിക്സ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. അപ്പോൾ നമ്മളിതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കസ്റ്റാർഡ് പൗഡർ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇല്ലാത്തതാണെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിൻ്റെ ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ചധികം സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിരിക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കസ്റ്റാർഡിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്ത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. പിന്നെ ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നത് മെഹവിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. Hello, my name is Hannah Mehwi, and today we are making a yummy fruit salad. So, ingredients are here. First is custard mixture. Then you'll need a couple of fruits. So the first fruit you can see is here, a green apple sliced. And the next ingredient is a red apple slice. And then you'll be needing pomegranate. Then bananas cut. And then is orange sliced. So you can take any fruits you have. It's okay if you don't have these many fruits. Time to mix it. The last ingredient for a little decoration, I have here some cashew nuts. Sprinkle it everywhere. Now it's all mixed, as you can see. So
this is the fruit salad we made today. Thank you for watching my video. And subscribe and like and share it to your friends. And stay happy. Try this at home. It's so good. I know you're gonna like it because you will feel like eating it again and again.